ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റോസമ്മ. ഞാൻ കുണ്ടുതോട് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ വീട്ടിൽ എട്ടുകാലി പഴുതാര ഭയങ്കര ശല്യമായിരുന്നു. എട്ടുകാലി എന്ന് പറഞ്ഞാൽ ചിലന്തി, ഏറ്റവും വലിയ എട്ടുകാലികളാണ് വരുന്നത്. കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പം അത് ഞങ്ങളവിടെ താമസിച്ചപ്പോൾ മുതൽ ഒരു 4-5 വർഷമായിട്ട് ഭയങ്കര ശല്യം അതിനെക്കൊണ്ട്. എന്നെ പലവട്ടം കടിച്ചു, വിഷവൈദ്യൻ്റെ അടുത്ത് പോയി ചികിത്സ ചെയ്യും, അങ്ങനെയൊക്കെ ഒരുപാട് ഇങ്ങനെ അനുഭവിച്ചു. പിന്നെ അത് ഇവിടുത്തെ എൽറുകയിൽ വന്ന് പൂതച്ചാട് വസ്തുക്കൾ ഉപയോഗിച്ചത് വഴിയായും ബന്ധന പ്രാർത്ഥന ചൊല്ലിയതും വഴിയായും ആ പീഡ നീങ്ങിപ്പോയി. എത്ര കാലമായി എട്ടുകാലിശിലേക്ക് മാറിയിട്ട്? ഇപ്പം 1 വർഷം ആയി. നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ. ഭയങ്കര എട്ടുകാലി ശല്യം, ഇങ്ങനെയുള്ള വിശുദ്ധരീതിയുള്ള ശല്യം, ബന്ധന പ്രാർത്ഥന ചൊല്ലി ഭൂതവസാന വസ്തുക്കൾ ഉപയോഗിച്ചതൊക്കെ മാറിപ്പോയി. 1 വർഷം കഴിഞ്ഞിട്ട് സാക്ഷ്യം പറയണേ. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ എൻ്റെ വയറ്റിൽ എനിക്ക് ഒരുപാട് ഒരു 4 വർഷത്തോളം ഞാൻ വയറ്റിൽ എന്ത് കഴിച്ചാലും എനിക്ക് ടോയ്ലറ്റിൽ പോകണം, അപ്പം പോകണം. അങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് മംഗലാപുരം പോയി മണിപ്പാലിലൊക്കെ ചികിത്സ നടത്തി, എല്ലാ ടെസ്റ്റും നടത്തി. അപ്പം അങ്ങനെ അവിടെ പോകാൻ കാരണം എനിക്ക് ഇവിടുന്ന് ഹോമിയോ, ആയുർവേദം, അലോപ്പതി എല്ലാ ചികിത്സയും നടത്തിയിട്ടൊന്നും മാറുന്നില്ല. മരുന്ന് നിർത്തും, പിന്നെയും വരും. അങ്ങനെ 4 വർഷം ഞാൻ ഈ പീഡ അനുഭവിച്ചു. അങ്ങനെ ഇവിടെ വന്ന് ഈ പിന്നെ ഇവിടുത്തെ തേന്, ഒലിവ് ഓയിൽ, അങ്ങനെ ഉപ്പെല്ലാം കഴിച്ചതിലൂടെ അത് മാറിക്കിട്ടി. പിന്നെ അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് ഈ അമ്പലത്തിലെ പായസം അവർ തരുമായിരുന്നു. അത് ഞാൻ അറിയുന്നില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു അവരുണ്ടാക്കുന്നതാണ്. അത് എനിക്ക് പലവട്ടം തന്നു. അത് കഴിച്ചതിലൂടെയാണ് എനിക്ക് വന്നതെന്ന് പിന്നീട് ഈ എൽറുകയിൽ വന്ന് ധ്യാനം കൂടിയവരെയാണ് എനിക്ക് മനസ്സിലായത്. ആ പീഡ അത് നീങ്ങിപ്പോയി, അലർജി. പിന്നെ ഞാൻ പലപ്പോഴും വീഴുമായിരുന്നു. വീണ് എനിക്ക് എൻ്റെ വാരിൽ, ഇപ്പുറത്തെ വാരിൽ പൊട്ടി, ഇപ്പുറത്തെ വാരിൽ പൊട്ടി, തലയടിച്ച് വീണ് ബാത്റൂമിൻ്റെ സ്റ്റെപ്പിൽ തലയ്ക്ക് ക്ഷതമേറ്റു. ഓരോ വീഴ്ചയിലും നല്ല ചികിത്സ നടത്തി. ആ ചികിത്സ കഴിയുമ്പം പിന്നെ അടുത്ത വീഴ്ച. അങ്ങനെ ഇവിടെ എൽറുകയെക്കുറിച്ച് അറിഞ്ഞ് ഇവിടെ വന്ന് ധ്യാനം കൂടിയും അങ്ങനെ ഇവിടുത്തെ ഉത്തിരിയത്തെക്കുറിച്ച് മനസ്സിലായി. അച്ഛനിങ്ങനെ പറഞ്ഞു, റാബലച്ഛന് ഉത്തിരിയം ധരിച്ചതിലൂടെയും പിന്നെ അത് നീങ്ങിപ്പോയി. ഇപ്പം ഞാൻ 1 വർഷമായി അങ്ങനെ വീഴുന്നില്ല. നല്ലൊരു കൈയടി കൊടുത്തേ. സ്തുതി. എന്തൊരു വലിയ സാക്ഷിയല്ലേ. പിന്നെ എൻ്റെ ഒരു വലിയ പീഡാന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഒരു സ്വപ്നം കാണുവാണ്. ഒരു കാള പോണം, ഭയങ്കരനായ ഒരു കറുത്ത പശു. കാളയുടെ കൊമ്പ് പോണം, വലിയ കൊമ്പ്. ഞാൻ നല്ല ഉറക്കം പിടിക്കുമ്പം പശു എൻ്റെ നേരെ ഒരു തുള്ളിച്ചാടി ഓടി വരും എന്നെ നോക്കിക്കൊണ്ട്, എന്നെ കുത്താനായിട്ട്. ഞാൻ ഉറക്കത്തിൽ ഭയങ്കര ഓട്ടം, ഓടിയാലെത്തും. അപ്പം പശു എൻ്റെ അടുത്ത് വരുമ്പോഴത്തേനും ഞാൻ ഉണരും. അങ്ങനെ പിന്നെ ഞാൻ ഉണരുമ്പോൾ എന്നെ വല്ലാതെ തളരും എൻ്റെ ശരീരം. അങ്ങനെ ഓടി അങ്ങനെ നാൾ മുതലുള്ള ഒരു പീഡയാണ്. 56 വർഷം ഞാൻ പീഡ അനുഭവിച്ചു. പനി വന്നിട്ടുണ്ടെങ്കിൽ അതേ അവസ്ഥ എനിക്ക്. ഞാനിങ്ങനെ മിക്ക ദിവസവും ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ പേടിച്ച് അതൊരു വല്ലാത്ത സംഭവമായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന ധ്യാനത്തിൽ കൗൺസിലിങ്ങിലൊക്കെ ഇത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഒരിക്കലും ഒരു കൺവെൻഷൻ വന്നപ്പം ബ്രദർ എന്നോട്, കൗൺസിലിനോട് ചോദിച്ചു, പശു എന്ന് പറയുമ്പോൾ എന്നെ ഒത്തിരി അങ്ങ് ചിരിച്ചു പോയി. ഞാൻ പറഞ്ഞു, ബ്രദറെ ഞാൻ പറയാൻ മറന്നുപോയി, ഇതെന്നെ നിന്ന് നീക്കി തരണമേ, ഞാനിത് ഒത്തിരി വർഷമായി പശുവിനെ കൊണ്ട് ഞാൻ മടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രദറും ചിരിച്ചു. അങ്ങനെ ആ ബ്രദറെ പ്രാർത്ഥിച്ചതിലൂടെ ആ പീഡ എന്നിൽ നിന്ന് നീങ്ങിപ്പോയി. അതൊരു വല്ലാത്തൊരു സംഭവമായിരുന്നു. പിന്നെ പീഡ വന്നിട്ടില്ല അല്ലേ? ഇല്ല. നല്ലൊരു വീഡിയോ കൊടുത്തേ കണ്ടോ, മനസ്സിലായോ? ഏത് പശുവിനെ പറ്റി പറഞ്ഞറിയോ? ഉറക്കത്തിൽ വരുന്ന പശുവിനെ പറ്റി പറഞ്ഞതല്ല. ആ പശു ഇങ്ങനെ എപ്പോഴും ശല്യപ്പെടുത്താന്ന്. ഉറക്കത്തിൽ ഒരു പശു, ആ പശു എന്താന്ന് ചോദിച്ചാലും അപ്പം ഞാൻ ചോദിച്ചു, ബ്രദറെ എന്താണ് ഇങ്ങനെ? ഇത് ഞാൻ പല ധ്യാനവും കൂടിയിട്ട് ഇത് പീഡ നീങ്ങി പോയിട്ടില്ല. അപ്പം ബ്രദർ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ ആ വീട്ടിലൊരു പശു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ സംഭവം അമ്മയോട് ചോദിച്ചും പറഞ്ഞു, അതെ, നീ എൻ്റെ വയറ്റിലായിരുന്നപ്പം, ഞാൻ ഗർഭിണിയായിരുന്നപ്പം അവിടെ ഒരു പശു ഉണ്ടായിരുന്നു, ഭയങ്കരനായ ഒരു കറുത്ത പശു. അത് ഞാൻ അതിനെ അഴിക്കൂലായിരുന്നു, വലിയ കൊമ്പൊക്കെ ആയിട്ട്. അപ്പം എൻ്റെ വല്യമ്മയായിരുന്നു അഴിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം അമ്മ ഗർഭിണിയല്ലേ, അമ്മ ഒരു കയ്യാലപ്പുറത്ത് നിൽക്കുമായിരുന്നു. പശുവിനെ അഴിച്ചത് അമ്മ അറിഞ്ഞില്ല. അപ്പം അമ്മയ്ക്ക് കയ്യാലൊന്ന് ചാടാൻ പറ്റുമോ
ഇറങ്ങാൻ പറ്റുമോ അമ്മ നോക്കുമ്പോഴത്തേന് പശു അടുത്തെത്താനായി. അമ്മ എങ്ങനെയോ ആ കയ്യാലേന്ന് ഇറങ്ങി. അപ്പം അമ്മ പേടിച്ചു പോയതാണ് ഈ സംഭവം അല്ലേ? എന്റെ ഭയങ്കര സാക്ഷിയാണല്ലോ അല്ലേ? നല്ലൊരു കൈയടി കൊടുത്തല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടണല്ലേ? അച്ഛനിങ്ങനെ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടി. ഇവരിങ്ങനെ പറയുമ്പോ അതിൽ നിന്ന് ഇങ്ങനെ കേട്ട് കേട്ട് കേട്ടാണ് അച്ഛൻ കുറെ പഠിക്കുന്നത് കേട്ടോ. അതൊരു എന്നെ നിന്ന് നീങ്ങിപ്പോയ ദൈവം ഈ അനുഗ്രഹം തന്നെ ഇത്രയും വലിയൊരു സംഭവം ഭയങ്കര അത്ഭുതമായിപ്പോ എനിക്ക്. വലിയ ആന്തരിക സൗഖ്യം കിട്ടിയതാ. ഇത്രയേറെ അനുഗ്രഹം നൽകിയ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും അന്തോനിസ് പുണ്യാഴ്ചയും വലിയ സാക്ഷിയാണ് കേട്ടോ.